വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ ഒരു ഗ്രാജുവേഷൻ വീഡിയോ ആണ്. അപ്പോഴത്തേക്കും ഒരു ഫ്രണ്ട് ഗ്രാജുവേറ്റ് ആവും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് ആ കോളേജ് ഗ്രാജുവേഷൻ അങ്ങനെയുള്ള കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെയാണ്. ഒരു ഗ്രാജുവേഷനായി പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് എടുക്കാൻ പറ്റിയില്ല വീഡിയോ. അത് ടൂർബൈ യൂണിവേഴ്സിറ്റിയുടെ ആയിരുന്നു. പക്ഷെ ഇന്ന് പോകുന്നത് ഇസ്മ യൂണിവേഴ്സിറ്റിയാണ്. ഇനി ജൂണിൽ ഒരു RTU യൂണിവേഴ്സിറ്റിയുടെ ഉണ്ട്. അപ്പൊ എന്തായാലും എല്ലാ യൂണിവേഴ്സിറ്റിയുടെയും ഗ്രാജുവേഷൻ കാണിച്ചു. എന്റെ ഗ്രാജുവേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇനി 1.5 കൊല്ലം എടുക്കും. അത് ബാൾട്ടിക് ഇന്റർനാഷണൽ അക്കാഡമിയിലാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ പോകാൻ വേണ്ടി ഞാൻ ഇങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഫ്രണ്ടിന്റെ വീട്ടിലോട്ടാണ് ഇപ്പൊ പോകുന്നത്. എന്നിട്ട് അവിടുന്ന് കോളേജിലോട്ട് പോകും. പക്ഷെ പോണ വഴിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട്. എനിക്ക് കുറച്ച് ബൊക്ക വാങ്ങിക്കണം. പിന്നെ കഴിച്ചിട്ടില്ല ഒന്നും. അപ്പൊ എന്തെങ്കിലും നെർവസിനി പോയി എന്തെങ്കിലും ജസ്റ്റ് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ഈരോട് എന്തോ സാധനം ഉണ്ട് അവിടെ. അപ്പൊ അത് വാങ്ങിക്കാന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും നേരെ അങ്ങോട്ടേക്ക് പോകാം. അപ്പൊ ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുകയാണെങ്കിൽ എന്റെ ഫ്രണ്ട് വാങ്ങിച്ചു തന്ന ജാക്കറ്റാണ്. ഇത് എന്റെ സ്വന്തം ടീഷർട്ട്, സ്വന്തം പാന്റ്. ഇതും എന്റെ ഒരു ഫ്രണ്ട് വാങ്ങിച്ചു തന്ന ഒരു ഷൂ ആണ്. ഇന്നാണെങ്കിലും മഞ്ഞൊന്നും ഇല്ല കേട്ടോ, നല്ല ക്ലൈമറ്റ് ആണ്. വെയിലും ഉണ്ട്, മഞ്ഞുമില്ല. പക്ഷെ പുറത്ത് തണുപ്പുണ്ടോ എന്ന് അറിയത്തില്ല. നമ്മളെപ്പോഴും തണുപ്പിനെ എപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കണം. കാരണം എന്ന് വെച്ചാൽ മഞ്ഞില്ലെങ്കിൽ ഒരു വ്യാളി പിടിച്ച കാറ്റുണ്ട്. ആ കാറ്റ് വരുവാണെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്തായാലും തെർബലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങണത് ഒരു സേഫ്റ്റിക്ക്. അപ്പൊ എന്തായാലും നമുക്ക് നൈസായിട്ട് ഇറങ്ങാം. ഓൺ ദ വേയിൽ ബൊക്കെ വാങ്ങിക്കണം, ഫുഡ് കഴിക്കണം, വേറെ ഒന്നും. അപ്പൊ സ്നാന്തെ ഇങ്ങനെ ഇറങ്ങി. ഞാൻ പറഞ്ഞാണോ നേരത്തെ കാറ്റുണ്ടാവുമെന്ന്. നല്ല കാറ്റുണ്ട് കേട്ടോ, മുഖത്തോട്ട് തന്നെ അടിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇവിടുന്ന് കുറച്ച് നടക്കുമ്പോഴത്തേക്ക് കുറച്ച് ഫ്ലവർ ഒക്കെ വിൽക്കുന്ന ഷോപ്പുണ്ട്. അപ്പൊ അവിടെ കയറി നോക്കാന്നൊക്കെ വിചാരിച്ചു. പിന്നെ അവിടെ നിന്ന് നേരെ കറങ്ങി. അവരുടെ വീട് ബാക്കിലോട്ടാണ്. അപ്പൊ ഞാൻ അവിടെ നിന്ന് നേരെ ഒന്ന് കറങ്ങി സ്ക്വയർ വഴി കട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് കയറും. പിന്നെ നെർവസെല്ലാം കൂടെ കയറേണ്ട ആവശ്യമുണ്ടല്ലോ, വിശന്നിട്ട് മേല. രാവിലെ എന്തുവായിരുന്നു, ഒരു കപ്പ് കേക്ക് എങ്ങാണ്ട് കഴിച്ചത്. ഗൈസ് അങ്ങനെ ഞാൻ കുറച്ച് തുളിപ്സും കുറച്ച് റോസസും പിന്നെ ഒരു ഹോട്ട് ഡോഗും വാങ്ങിച്ചിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇനി ഇവിടെ നിന്ന് കുറച്ച് നടക്കാറുണ്ട്. ഒരു 5 മിനിറ്റ്സ് ആണെന്ന് തോന്നുന്നു, ഏകദേശം ഓൾമോസ്റ്റ് 5 മിനിറ്റ്സ് നടക്കാറുണ്ട്. A few moments later. ഗൈസ് ഓൾമോസ്റ്റ് ഞാനിപ്പോൾ അവിടെ എത്തേണ്ട സമയമാണ് കേട്ടോ. പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു വഴി ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി. ഞാൻ റൈറ്റിലോട്ട് പോകേണ്ടതിന് പകരം ലെഫ്റ്റിലോട്ടൊക്കെ വെച്ച് പിടിച്ചു. അടുത്ത ജംഗ്ഷൻ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇത് വേറെ ഏതോ ഒരു സ്ഥലമാണല്ലോ, കണ്ട് പരിചയമില്ലാത്തൊരു സ്ഥലം. എന്നിട്ട് അവിടെ നിന്ന് ഇപ്പോൾ തിരിച്ച് വഴി കണ്ടുപിടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി എന്തായാലും കുറച്ച് താമസിച്ച് പോയിട്ടുണ്ട്. അത് ഞാൻ കറക്റ്റ് സമയത്ത് ഇറങ്ങിയതാണ്, പക്ഷേ വഴി തെറ്റിപ്പോയപ്പോഴത്തേക്കും പണി കിട്ടിയതാണ്. അപ്പോൾ എന്തായാലും ഇനി കുറച്ചുകൂടെ ഒരു 5 മിനിറ്റ്സ് കൂടെ നടക്കാറുണ്ട്. നേരത്തെ 5 മിനിറ്റ്സ് ആണ് പറഞ്ഞത്, പക്ഷേ ഇപ്പോൾ 10-15 മിനിറ്റായി. അയ്യോ ആൾ മാറിപ്പോയി. തോന്നല്ലേ? അയ്യോ ഇതെന്തുവാ ഇതൊക്കെ? ഹാപ്പി ഗ്രാജുവേഷൻ. താങ്ക് യു. രണ്ടെണ്ണമുണ്ടോ? അത് നിങ്ങൾ ഒന്നാക്കി എടുക്കണം, എന്താണ് ഞാൻ ഉദ്ദേശിച്ചത്. മുഖമൊന്നും കാണത്തില്ലായിരിക്കും. ഓ മൈ ഗോഡ്. Many hours later. അങ്ങനെ നമ്മൾ ഇസ്മ യൂണിവേഴ്സിറ്റിയിൽ എത്തിയിട്ട് ഇതാണ് നമ്മുടെ ഇസ്മ യൂണിവേഴ്സിറ്റി. ഇത് ഫുൾ ഇസ്മ ആണല്ലേ? എനിക്കറിയത്തില്ല, ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. നമുക്ക് കോട്ടൊക്കെ നമ്മൾ നേരത്തെ വന്ന് കോട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മുടെ ക്യാമറാമാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നതാണ്. അതെ അതെ, ഇന്ന് ഡോറിന്റെ ലക്കി ഡേ. തണുപ്പൊന്നും ഇല്ല അധികം, നല്ല വെയിലും ഉണ്ട്, മഞ്ഞുമില്ല. സെറ്റ് ആയിട്ടുള്ള ദിവസമാണ്. അതുകൊണ്ട് ജാക്കറ്റൊക്കെ ഒരു നല്ല ഫ്രീ ആയിട്ട് ഫോട്ടോ എടുക്കാം. അല്ലെങ്കിൽ പിന്നെ ജാക്കറ്റൊക്കെ ഇട്ട് ഒരുമാതിരി കൂടെ ഫോട്ടോകളൊക്കെ കുറെ കിട്ടിയാണ്. പക്ഷെ ഇപ്പോൾ നല്ല ഫോട്ടോസൊക്കെ കിട്ടുന്നുണ്ട്, നല്ല സൺലൈറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ എന്തായാലും ഗ്രാജുവേഷൻ പരിപാടി ഉടനെ ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തുവാ ഇന്ന് പാർട്ടി ഡേ ആണ്. ഇന്ന് അടിപൊളിയായിട്ടുണ്ട്. ഇതാണ് നമ്മൾ അല്ല യൂറോപ്പിൽ അതെ അതെ, ഞാനും ആദ്യമായിട്ട് ഇത്ര നല്ല ടിപ് ടോപ്പ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങുന്നത്. പിന്നെ എന്റെ ഷൂ പ്രത്യേകിച്ച് കാണിക്കണം, അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെയൊക്കെ ഒരുങ്ങി ഇറങ്ങിയിരിക്കുന്നത്. ഇത് നമുക്ക് ഡോണ വാങ്ങിച്ചു തന്ന ജാക്കറ്റാണ് കേട്ടോ. നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നോ എനിക്ക് ഫ്രണ്ട് ജാക്കറ്റ് വാങ്ങിച്ചു തന്നത്? അതെ അതെ, സിംപ്ലിസിറ്റിയാണ്, ഇഷ്ടമല്ല പറയുന്നത്, എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇനി കുറച്ച് സമയം കൂടെ ബാക്കി കാണാം. അതെ അതെ, വഴിയെ കാണാം. അതെ എന്താവോന്ന് അറിയില്ല, നമുക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്യാൻ. ഡോണയുടെ അടിപൊളി ഫോട്ടോസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ പറ്റുമായിരിക്കും. നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇല്ലെങ്കിൽ കാണാൻ പറ്റൂല കേട്ടോ. അപ്പൊ എന്തായാലും ഇനി വൈകുന്നേരം എന്തോ പരിപാടി, ഡോണയുടെ വക സ്പെഷ്യൽ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? എന്തുവാ നാളെ പണിക്ക് പോകാൻ പറ്റുമോ? അതെ, നാളെ പണിക്ക് പോകാൻ പറ്റിയാൽ മതിയായിരുന്നു. അപ്പൊ ദേ വരുന്നതാണ് നമ്മുടെ ക്യാമറാമാനോൺ. ഇത് വരുന്നു, നടന്ന് പതുക്കെ വരുന്നുണ്ട്. അത് ജോർഡിനാണ് കേട്ടോ. അപ്പൊ എന്തായാലും അവൻ വരുമ്പോഴത്തേക്കും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. അവന് കയറാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഗൈസ് ഇതാണ് നമ്മുടെ പ്രശസ്ത ക്യാമറാമാനോൺ. ഇവനാണ് നമുക്ക് ഇവിടെ നമുക്ക് പ്രൊഫഷണൽ ക്യാമറ ഉള്ള ഒരേ ഒരാൾ ഇവനാണ് കേട്ടോ. എനിക്ക് അറിയാവുന്ന ഞാൻ വ്ലോഗിലാ പറയുന്നേ പ്രേക്ഷകരോട്. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ ജോർഡിൻ. എന്റെ എല്ലാ മിക്ക ഫോട്ടോസും ഇവന്റെ ക്യാമറ വഴിയാണ് എടുക്കുന്നത്. ഏത് ക്യാമറ? സോണി. അടിപൊളി ഫോട്ടോസാണ് കിട്ടുന്നത് കേട്ടോ. ഇതിൽ പരീക്ഷണങ്ങളാണ് കേട്ടോ. അതെ, നല്ല വ്ളോഗിലെടുത്തതാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അടുത്ത കാണുന്നത് നിങ്ങളുടെ ഡോണയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന രംഗങ്ങളായിരിക്കും.
ഇടയ്ക്ക് നൽകുന്നു. Азамат Карсибаев. Can you hear it echoing? Take my hand. We share this with me. 'Cause darling, without you. All the shine of a thousand spotlights, all the stars we steal from the night sky will never be enough, never be enough. Towers of gold, still too little. These hands can hold the world, but it'll never be enough, never be enough. പ്രൊഫസറുടെ വലങ്കയായിട്ടിരിക്കുന്നതാണ് ഡോണ. ഗൈസ്, അങ്ങനെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് നമ്മളിവിടെ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് സെറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഡോണയുടെ. ഇതല്ല, നേരത്തെ വൃത്തി കൊണ്ടാണ് ഇപ്പൊ പോയതാ. അപ്പോൾ ഇതാണ് സർട്ടിഫിക്കറ്റ് വരുന്നത് കേട്ടോ. ഡിപ്ലോമ അല്ല, മാസ്റ്റേഴ്സ് ആണ്. പക്ഷെ ഇവിടെ ഡിപ്ലോമ എന്നാണ് പറയുന്നത്. പിന്നെ ഇത് ഞാൻ കൊടുത്ത ബൊക്കെ. ഇത് പിന്നെ ഗോകുലാണ്, എന്റെ ക്ലാസ്മേറ്റ് ആണ് കേട്ടോ. സീരിയസ്ലി എന്റെ ക്ലാസ്മേറ്റ് ആണ് കൊടുത്ത. ഇത് ജീബ്രോ. അപർണ. ഇത് നമ്മുടെ സ്വന്തം ജോഡി. അപ്പൊ എന്തായാലും അടുത്ത പരിപാടി കഴിഞ്ഞിട്ട് ഇനി ഡോണയുടെ വീട്ടിൽ പോയി ഫുഡ് കഴിക്കലും അങ്ങനെ കുറച്ച് പരിപാടികളേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഈ ചെറിയൊരു വീഡിയോ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്തേക്കുക. അപ്പൊ എന്തായാലും